കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധി ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴത്തേക്കുമുള്ള ഫ്രണ്ട്സുകളെല്ലാവരും ഇട്ട് കളിയാക്കുക. ഹോസ്പിറ്റലിൽ നീ പോയില്ലേ കാണാൻ, അപ്പോഴത്തേക്കും അവിടെ വെച്ച് നിനക്ക് ഇഷ്ടം തുറന്ന് പറഞ്ഞതാ സുധീഷിൻ്റെ അടുത്ത്. ഇപ്പോഴാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് അഭിനയം ഓരോന്ന് കാണിച്ചു തുടങ്ങിയോ നീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, എന്തായാലും അത് നേരത്തെ നടന്ന കാര്യമല്ലേ, ഇപ്പോൾ വീട്ടിൽ വന്നല്ലോ, പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത്. ഇത് കേട്ടത് നിധി പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം ആ വീട്ടിൽ വരണം, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അവിടുത്തെ അവസ്ഥ എന്താണെന്നും എന്തുകൊണ്ടാണ് ഞാനാണെങ്കിൽ അങ്ങോട്ട് തിരിച്ചു പോകാൻ്റെ കാരണവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വീണ്ടും പറയുന്നുണ്ട് ഫ്രണ്ട്സ്, എന്തായാലും ഞങ്ങളൊരു ദിവസം വരുന്നുണ്ട് നിൻ്റെ അവിടുത്തെ വീടൊക്കെ കാണാൻ വേണ്ടി. അപ്പോഴത്തേക്ക് പറഞ്ഞു, നിങ്ങളെല്ലാവരും വരണം, ഞാൻ ഇനി വിളിച്ചില്ല എന്ന് വേണ്ട എന്നൊക്കെ പറയുക. അങ്ങനെ ഓഫീസിലിരുന്നപ്പോഴത്തേക്ക് സുധീഷ് വിളിക്കുന്നുണ്ട്. എന്താ എന്ന് വിളിച്ചപ്പോഴത്തേക്കും ചോദിക്കുക, എൻ്റെ മാല ഞാൻ തിരിച്ചു തരട്ടെ, നിധിന്ന് മാലയിടാതെ പോയതുകൊണ്ട് എന്തോ പോലെയാ കഴുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും പറയുക, എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇട്ടോളാം, അത് ഏത് മാലയായിരുന്നാലും പോരെ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്ന മാലയുടെ കാര്യം, വേണ്ടാത്ത കാര്യമൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നിധി ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ സുധീഷ് വീണ്ടും വിളിക്കുന്നുണ്ട്. എന്താ ഫോൺ, എനിക്ക് ജോലിയുണ്ട്, എന്തിനാ എന്നെ വിളിച്ചിങ്ങനെ ശല്യം ചെയ്യുന്നേ ഇനി നിധി ചോദിക്കുന്നുണ്ട്. അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ അവിടെ വീട്ടിലുള്ളപ്പോഴത്തേക്കും പറയേണ്ട കാര്യമല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ ഓഫീസിൽ വന്നിട്ട് എൻ്റെ സമയം കളയുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും സുധീഷ് പറയുക, വീട്ടിൽ വന്നാൽ എൻ്റെ അടുത്ത് നേരെ സംസാരിക്കില്ലല്ലോ, എല്ലാവരും നിൽക്കുമ്പോൾ എന്നെ കളിയാക്കലത്തിൽ കൂടുതലാണല്ലോ എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടത് നിധി പറയുക, എന്താ പറയും, ഞാൻ കേൾക്കാം, എന്തായാലും ഇന്ന് തിരിച്ച് വരുമ്പോഴത്തേക്കും എൻ്റെ ഇന്ന് ആ താലിമാല തിരിച്ച് വാങ്ങണം കേട്ടോ, എല്ലാവരും ഒന്ന് കാണട്ടെ. ആര് കാണട്ടെ എന്നാണ് പറയണേ എന്ന് ചോദിക്കുന്നുണ്ട് നിധി. അത് എൻ്റെ അനിയന്മാരാ, അവരെന്നെ പറഞ്ഞ് കളിയാക്കുക, അവർ കളിയാക്കട്ടെ, എനിക്കെന്താ എന്നൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ട് നിധി. നിധി കണ്ടിട്ട് സുധീഷിന് വീണ്ടും സങ്കടവും സന്തോഷവും എല്ലാം കൂടെ വരുന്നുണ്ട്. നിധി വീണ്ടും വിളിച്ചിട്ട് ഫോൺ എടുത്തല്ലോ എന്നുള്ള ഒരു സുധീഷിന് തോന്നുന്നുണ്ട്. അങ്ങനെ സുധീഷാണെങ്കിൽ ശരി ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്കും ബാക്കി സംസാരിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഫ്രണ്ട്സ് ചോദിക്കുക, ആരാ വിളിച്ചത് ഈ സമയത്ത്? അത് സുധീഷാ. എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നത്, രാവിലെ കണ്ടില്ലായിരുന്നോ വീട്ടിൽ നിന്ന്? കണ്ടായിരുന്നു, അതൊരു കാര്യം ഉണ്ടായി, അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. എന്ത് കാര്യം? എൻ്റെ കഴുത്തിൽ കിടന്ന താലി ഞാനങ്ങ് ഊരിക്കൊടുത്ത്. ആ താലിയുടെ കാര്യം പറഞ്ഞാൽ എന്നെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തലായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോയെന്നാണ് എൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം എനിക്ക് ഇത്തിരി ദേഷ്യം വന്നു, ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോഴത്തേക്കും കൂട്ടുകാരോട് പറയുക, നീ ചെയ്ത് തെറ്റാ, എന്തായാലും താലി കെട്ടിയതും അതുപോലെ തന്നെ നിങ്ങൾ നിയമപരമായിട്ട് ഭാര്യ ഭർത്തക്കന്മാരാ, പിന്നെ എന്തിനാ നീ അങ്ങനെ ചെയ്തത്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതിനെന്താ, എനിക്കിഷ്ടമില്ലാത്ത ഒരാളാകുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിധി പോകുന്നുണ്ട്. എന്തായാലും നമുക്കൊരു ദിവസം പോവാം കേട്ടോ എന്ന് ഫ്രണ്ട്സ് പറയുന്നുണ്ട് അവരുടെ അടുത്ത്. അങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചും ഭക്ഷണം കഴിച്ചിട്ടും പറയുക, ഈ നല്ല കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റാണ്, ഇത് ആരുണ്ടാക്കുന്നത്, നീ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിധിയുടെ അടുത്ത്. ഇല്ല, അവിടെ എല്ലാം ചെയ്യുന്ന സുഭാഷ് ചേട്ടനാ, എന്നെക്കൊണ്ടൊന്നും ചെയ്യിക്കില്ല, എല്ലാം ജോലിയൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് ആ ചേട്ടൻ ജോലിക്ക് പോകുന്നത്. അപ്പോഴത്തേക്കും ഫ്രണ്ട്സിനൊരു കാര്യം മനസ്സിലായി, ഒരു പെണ്ണുങ്ങൾ ചെയ്യേണ്ട ജോലിയെല്ലാം വീട്ടിൽ ചെയ്യുന്നതും ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വീട് കൊണ്ടുപോകുന്നതെല്ലാം ആ സുധീഷ് ചേട്ടനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർക്കെല്ലാം ആഗ്രഹം തോന്നുക ആ ഒരു സുഭാഷ് ചേട്ടനെ കാണാൻ വേണ്ടി. അങ്ങനെ അവർ ഒരു ദിവസം പറഞ്ഞു വെച്ച് അവിടെ വരുന്നുണ്ട്. അങ്ങനെ നിധി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വരുമ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ വരികയും ഭക്ഷണം കഴിച്ചിട്ട് പോവാമെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്ന ഉടനെ ഭാസ്കരൻ ഉണ്ടായിരുന്നു. ഭാസ്കരൻ പറയുക, എല്ലാവർക്കും വന്നതിന് വളരെ നന്ദിയുണ്ട്, എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങോട്ട് വരുമെന്ന് നിങ്ങളാരും, എന്തായാലും വന്നതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് സുധീഷ് പറയുക, എനിക്കും വളരെ സന്തോഷമുണ്ട്, ഈ വീട്ടിലെ എല്ലാവർക്കും നിങ്ങളിവിടെ വന്നതിലും അതുപോലെ തന്നെ ഇവിടുത്തെ ചുറ്റുപാടുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. അതിനെന്താ, ഞങ്ങളെ വീടും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വീട്ടിലിരുന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് പോവാമെന്നൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് സുഭാഷ്.
എന്നാൽ ഇരുന്ന് അന്വേഷണമൊക്കെ സംസാരിക്കുക ഓരോ കാര്യങ്ങളൊക്കെ. അങ്ങനത്തേക്കും നികേഷിന് വന്നായിരുന്നു. നികേഷിൻ്റെ കാര്യം എപ്പോഴും പറയും കേട്ടോ നിധി എന്നൊക്കെ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും സുഖമില്ലായിരുന്ന സമയത്തൊക്കെ നിധിക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്നൊക്കെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് നിധിയുടെ. ഇത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാവും അവർക്ക്. അങ്ങനെ അവർ ചായയൊക്കെ കുടിച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. ഇത് കേട്ടതും പറയുക നല്ല ടേസ്റ്റ് ഉണ്ട് ഭക്ഷണമൊക്കെ, ഞങ്ങൾ ഓഫീസിൽ ഇരുന്നും പറയാറുണ്ടായിരുന്നു. എന്തായാലും നിധി കൊണ്ടുവരുന്ന ആഹാരം നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു ആഗ്രഹമായിരുന്നു നിങ്ങളെല്ലാവരെയും കാണുകയും പിന്നെ ഒരു ദിവസം വീട്ടിൽ വരണമെന്ന് ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളൊക്കെ വന്നത്. അതിനെന്താ നിങ്ങൾക്ക് ഏത് സമയത്തും വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോവുക. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നിധി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന്, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് ഞങ്ങളത് അറിയിക്കാം, എല്ലാവർക്കും സമയം ഒത്തു കിട്ടണ്ടേ, എന്നാൽ മാത്രമേ നമുക്ക് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഡേറ്റ് ഞങ്ങൾ അറിയിക്കാം, വരുന്നെങ്കിൽ നിങ്ങളിവിടെ വരണം, എന്നാൽ നല്ല രസമായിരിക്കും കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പോകുന്നുണ്ട്. അങ്ങനെ നിധിയുടെ അടുത്ത് വീണ്ടും സുധീഷ് ചോദിക്കുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്ക് മാത്രം പോയാലോ അവരെ കൂട്ടത്ത്, ഇവർ വരണോ? അപ്പോഴത്തേക്ക് നിധി പറയുന്നുണ്ട് നിങ്ങൾ വരണ്ട, ഞാൻ ബാക്കി എല്ലാവരെയും കൂട്ടി പോവാം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും സുഭാഷ് ചിരി അടക്കാൻ കഴിയുന്നില്ല. സുഭാഷ് പറയുക എന്തായാലും അവൻ്റെ ആഗ്രഹം കൊള്ളാം, നമ്മൾ പോകണ്ട അവൻ പോകണമെന്ന്, അത് നടക്കുമോ സുധീഷേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുഭാഷ്. അങ്ങനെ നിധി പറയുക പോകുന്നെങ്കിൽ നിങ്ങളെ കൂട്ടത്ത്, അല്ലെങ്കിൽ ഞാൻ പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഭാസ്കരൻ പറയുന്നുണ്ട് മോളെ എന്നെ മറക്കില്ലേ, ഞാനും കൂടെ വരും കേട്ടോ. ഇത് കേട്ടോ നിധി പറഞ്ഞു എനിക്കറിയാം ആദ്യം ഞാൻ അച്ഛനെ കൊണ്ടുപോകുള്ളൂ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടാൽ സുധീഷ് പറയുക അപ്പം ഞാൻ മാത്രം വരുന്ന ഇഷ്ടമില്ല അല്ലേ, അതിനെന്താ കാരണം ഇല്ലേ? കാരണം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുധീഷ് നിധിയെടുത്ത്.